ഹലോ ഡിയർ സ്റ്റുഡൻസ്, എക്സൽ കോഴ്സിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് ഞാൻ നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. സോ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സുകളായിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എക്സലിലുള്ള ഫംഗ്ഷൻസിനെ പറ്റിയാണല്ലേ. സോ ഏതൊക്കെ ഫംഗ്ഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു? മാത്തമാറ്റിക്കൽ ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഫംഗ്ഷൻസിനെ പറ്റി പഠിച്ചു, വ്യത്യസ്ത തരത്തിലുള്ള ഡേറ്റ് ഫംഗ്ഷൻസ് പരിചയപ്പെട്ടു, ടെക്സ്റ്റ് ഫംഗ്ഷൻസ് പരിചയപ്പെട്ടു. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ലോജിക്കൽ ഫംഗ്ഷൻസിനെ പറ്റിയാണല്ലേ. ലോജിക്കൽ ഫംഗ്ഷൻസിലെ ചില ഫംഗ്ഷൻസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ലാസ്റ്റ് ക്ലാസ്സുകളായിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ. ഏതൊക്കെ ഫംഗ്ഷൻസ് നമ്മൾ ലോജിക്കൽ ഫംഗ്ഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു? ഈഫ് പഠിച്ചു, ഈഫ് ആൻഡ് പഠിച്ചു, E4 പഠിച്ചു, നെസ്റ്റഡ് ഈഫ് പഠിച്ചു, സം ഈഫ് പഠിച്ചു, കൗണ്ട് ഈഫ് പഠിച്ചു, ആവറേജ് ഈഫ് പഠിച്ചു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ലോജിക്കൽ ഫംഗ്ഷൻസിലെ അവസാനത്തെ 3 ഫംഗ്ഷൻസിനെ പറ്റിയാണ് എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. ഏതൊക്കെയാണ്? സം ഈഫ് എസ് എന്ന് പറയുന്ന ഫംഗ്ഷനും, കൗണ്ട് ഈഫ് എസ് എന്ന് പറയുന്ന ഫംഗ്ഷനും, ആവറേജ് ഈഫ് എസ് എന്ന് പറയുന്ന ഫംഗ്ഷനും. ഈ 3 ഫംഗ്ഷൻസിനെ പറ്റിയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്കൊരു ഡാറ്റ സെറ്റ് കൊടുത്തിട്ടുണ്ട്. ആ ഡാറ്റ സെറ്റിൽ ഒരു ന്യൂമറിക്കൽ ഡിജിറ്റ് അടങ്ങിയ കോളത്തിൻ്റെ ടോട്ടൽ എത്രയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് കണ്ടെത്താനായിട്ട് നമുക്ക് എന്ത് ഉപയോഗിച്ചാൽ മതി? സം ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ഇന്നതിൻ്റെ ടോട്ടൽ എത്രയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് കണ്ടെത്താനായിട്ട് ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണെന്ത്? സം. ഇന്നതിൻ്റെ മാത്രം ടോട്ടൽ എത്രയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് കണ്ടെത്താനായിട്ട് ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണെന്ത്? സം ഈഫ്. ഇന്നതിൻ്റെ മാത്രം ടോട്ടൽ എത്രയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് കണ്ടെത്താനായിട്ട് ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണെന്ത്? സം ഈഫ് എസ്. ഇനി ഇന്നതിൻ്റെ കൗണ്ട് എത്ര, എണ്ണം എത്രയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് കണ്ടെത്താനായിട്ട് ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണ് കൗണ്ട്. ഇനി ഇന്നതിൻ്റെ മാത്രം എണ്ണം എത്രയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് കണ്ടെത്താനായിട്ട് ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണെന്ത്? കൗണ്ട് ഈഫ്. ഇന്നതിൻ്റെ മാത്രം എണ്ണം എത്രയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് കണ്ടെത്താനായിട്ട് ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണെന്ത്? കൗണ്ട് ഈഫ് എസ്. ഓക്കെ, ഇനി ഇന്നതിൻ്റെ ആവറേജ് എത്ര, നമുക്ക് കൊടുത്തിരിക്കുന്ന ഡാറ്റയുടെ ആവറേജ് എത്രയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് കണ്ടെത്താനായിട്ട് ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണെന്ത്? ആവറേജ്. ഇന്നതിൻ്റെ മാത്രം ആവറേജ് എത്ര എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് കണ്ടെത്താനായിട്ട് ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണത്? ആവറേജ് ഈഫ്. ഇന്നതിൻ്റെ മാത്രം ആവറേജ് എത്ര എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് കണ്ടെത്താനായിട്ട് ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണെന്ത്? ആവറേജ് ഈഫ് എസ്. സോ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇന്നത്തെ ക്ലാസ്സിൽ സം ഈഫ് എസ്, കൗണ്ട് ഈഫ് എസ്, ആവറേജ് ഈഫ് എസ് എന്ന് പറയുന്ന ഈ 3 ഫംഗ്ഷൻസിനെ പറ്റിയും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ഈ 3 ഫംഗ്ഷൻസ് എന്ത് ചെയ്യാം, ഓരോ ഇല്ലുസ്ട്രേഷൻസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പഠിക്കാം. ഇവിടെ നോക്കിയേ, ഇവിടെ ആദ്യത്തെ ഒരു ഡാറ്റ സെറ്റിൽ ഒരു ടീഷർട്ടൊക്കെ മാനുഫാക്ചർ ചെയ്യുന്ന ഒരു കമ്പനിയുടെ സെയിൽസ് ഓർഡറുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സിറ്റി എന്ന് പറഞ്ഞ കോളത്തിൽ വ്യത്യസ്ത സിറ്റികളിൽ നിന്ന് കിട്ടിയ ഓർഡറുകൾ, വ്യത്യസ്ത സിറ്റികളാണ് കൊടുത്തിരിക്കുന്നത്. ടീഷർട്ട് കളർ എന്നുള്ളിടത്ത് ഏത് കളർ ടീഷർട്ടാണ് നമുക്ക് ഓർഡർ കിട്ടിയെന്നുള്ള കളർ കൊടുത്തിട്ടുണ്ട്. ഓർഡർ എന്ന് പറയുന്ന കോളത്തിൽ ആകെ എത്ര ഓർഡർ കിട്ടിയിട്ടുണ്ട്, ഏതൊക്കെ കളർ ടീഷർട്ട് എത്ര എണ്ണം ഓർഡർ കിട്ടിയിട്ടുണ്ട്, അതാണ് നമുക്ക് ഓർഡർ എന്ന് പറയുന്ന കോളത്തിൽ കൊടുത്തിട്ടുള്ളത്. നമ്മളോട് ചോദിക്കുകയാണ് ആകെ ഓർഡർ കിട്ടിയതിൻ്റെ ടോട്ടൽ എത്ര, ഈ ഓർഡർ കോളത്തിൻ്റെ ടോട്ടൽ എത്ര എന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്കത് കണ്ടെത്താനായിട്ട് ഏത് ഫംഗ്ഷൻ ഉപയോഗിച്ചാൽ മതിയല്ല? സം എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിച്ചാൽ മതി അല്ലേ, ഓർഡറിൻ്റെ ടോട്ടൽ കണ്ടെത്താൻ വേണ്ടിയിട്ട്. ഞാൻ എങ്ങനെ കണ്ടെത്തുന്നു നോക്കിയേ, സീക്വൽ ടു സം, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു, റേഞ്ച് സെലക്ട് ചെയ്യുന്നു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു, എൻ്റർ കീ അടിച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? ടോട്ടൽ എന്ന് പറയുന്ന കോളത്തിൻ്റെ, ഈ ഓർഡർ എന്ന് പറയുന്ന കോളത്തിൻ്റെ ടോട്ടൽ എനിക്ക് കിട്ടും 64. ഇനി നമ്മളോട് ഇങ്ങനെ ചോദിക്കുകയാണ്, വൈറ്റ് ടീഷർട്ടിന് മാത്രം കിട്ടിയ ഓർഡറിൻ്റെ ടോട്ടൽ എത്ര, അല്ലെങ്കിൽ റെഡ് ടീഷർട്ടിന് മാത്രം കിട്ടിയ ഓർഡറിൻ്റെ ടോട്ടൽ എത്ര. അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് സം എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിച്ചാൽ പോരാ, സം ഈഫ് എന്ന് പറയുന്ന ഫംഗ്ഷനാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ അത് സം ഈഫ് ഉപയോഗിച്ചിട്ട് എങ്ങനെ കണ്ടെത്തേണ്ടത്? വൈറ്റ് ടീഷർട്ട് കിട്ടിയതിൻ്റെ ആകെ ഓർഡർ, വൈറ്റ് ടീഷർട്ടിൻ്റെ ഓർഡർ കിട്ടിയതിൻ്റെ ടോട്ടൽ എങ്ങനെ കണ്ടെത്തുക? സീക്വൽ ടു സം ഈഫ് എന്ന് ടൈപ്പ് ചെയ്യും, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യും, റേഞ്ച് എന്നുള്ളിടത്ത് നമുക്ക് കാൽക്കുലേഷൻ ആവശ്യമായിട്ടുള്ള ഡാറ്റ സെലക്ട് ചെയ്യും, ദെൻ അതിന് ശേഷം കോമ കൊടുക്കും. ക്രൈറ്റീരിയ എന്നുള്ളിടത്ത് നമ്മൾ ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ കിട്ടുന്നത് വൈറ്റ് ടീഷർട്ടിൻ്റെയാണ് അല്ലേ, അപ്പോൾ നമ്മൾ ക്രൈറ്റീരിയ എന്നുള്ളിടത്ത് വൈറ്റ് എന്ന് കൊടുക്കും, ഡബിൾ കോമ ക്ലോസ് ചെയ്യും, ഒരു കോമ എടുക്കും. അടുത്ത പാരാമീറ്റർ സം റേഞ്ച് ആണ്. ഏത് കോളത്തിൽ നിന്നാണ് നമുക്ക് ടോട്ടൽ കണ്ടെത്തേണ്ടത്? ഓർഡർ എന്ന് പറയുന്ന കോളത്തിൽ നിന്നാണ്. അപ്പോൾ എന്ത് ചെയ്യും, ഓർഡർ എന്ന് പറയുന്ന കോളം സെലക്ട് ചെയ്യും, അതിന് ശേഷം ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യും, എൻ്റർ കീ അടിച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? 29 എന്ന് കിട്ടും. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? വൈറ്റ് ടീഷർട്ടിന് ആകെ 29 ഓർഡറാണ് കിട്ടിയിട്ടുള്ളതെന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, ഇനി നമ്മളോട് ഇങ്ങനെ ചോദിക്കുകയാണ്,
ഹൗ മെനി വൈറ്റ് ടീഷർട്ട് വേർ ഓർഡേഡ് ഇൻ ടെക്സസ്. ടെക്സസ് എന്ന് പറയുന്ന ഒരു സിറ്റിയിൽ വൈറ്റ് ടീഷർട്ട് ആകെ എത്ര ഓർഡർ കിട്ടിയിട്ടുണ്ട്? നമ്മളോട് ഓർഡറിൻ്റെ ടോട്ടൽ എത്ര എന്നല്ല ചോദിച്ചത്, വൈറ്റ് ടീഷർട്ടിൻ്റെ ഓർഡറിൻ്റെ ടോട്ടൽ എത്ര എന്നല്ല ചോദിച്ചത്. ടെക്സസ് എന്ന് പറയുന്ന സിറ്റിയിൽ വൈറ്റ് ടീഷർട്ടിൻ്റെ ഓർഡറിൻ്റെ ടോട്ടൽ എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് നമ്മൾ സം ഉപയോഗിച്ചാൽ പോരാ, സമ്മീഫ് ഉപയോഗിച്ചാൽ പോരാ, സമ്മീഫസ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിക്കണം അല്ലേ. ഇന്നതിലെ ഇന്നതിൻ്റെ ടോട്ടൽ എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് നമ്മൾ ഏത് ഫംഗ്ഷൻ ഉപയോഗിക്കുക? സമ്മീഫസ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിക്കും. സീക്വൽ ടു സമ്മീഫസ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യും. അതിനുശേഷം ആദ്യത്തെ പാരാമീറ്റർ നോക്കിയേ സം റേഞ്ച് ആണ്. ഏത് കോളത്തിൽ നിന്നാണോ നമുക്ക് ടോട്ടൽ കണ്ടെത്തേണ്ടത് അതാണ് നമ്മുടെ സം റേഞ്ച്. ഓർഡർ എന്ന് പറയുന്ന കോളത്തിൽ നിന്നാണ് നമുക്ക് ടോട്ടൽ കണ്ടെത്തേണ്ടത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ആ ഒരു റേഞ്ച് ഞാൻ എന്ത് ചെയ്തു? സെലക്ട് ചെയ്തു. ഇനി കോമ കൊടുക്കുക. അടുത്ത പാരാമീറ്റർ ക്രൈറ്റീരിയ റേഞ്ച് 1. നമ്മുടെ ഒന്നാമത്തെ ക്രൈറ്റീരിയ എന്താ? വൈറ്റ് ടീഷർട്ടാണ് അല്ലേ. വൈറ്റ് ടീഷർട്ടിൻ്റെ ഓർഡറിൻ്റെ ടോട്ടൽ കിട്ടേണ്ടത്. അപ്പോൾ ടീഷർട്ട് കളർ കിടക്കുന്ന ആ ഒരു റേഞ്ച് ഞാൻ എന്ത് ചെയ്തു? സെലക്ട് ചെയ്തു. അതാണ് ക്രൈറ്റീരിയ റേഞ്ച് 1. ഇനി കോമ കൊടുക്കുക. അടുത്ത പാരാമീറ്റർ എന്താ? ക്രൈറ്റീരിയ 1. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ ക്രൈറ്റീരിയ റേഞ്ച് സെലക്ട് ചെയ്തല്ലോ, അതിൽ ഏത് ക്രൈറ്റീരിയൻ്റെ റിസൾട്ടാണ് നമുക്ക് കിട്ടേണ്ടത്? ഏതിൻ്റെയാണ്? വൈറ്റിൻ്റെയാണ് അല്ലേ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? ഡബിൾ ടു കോമയിൽ വൈറ്റ് എന്ന് കൊടുക്കും, ഡബിൾ ടു കോമ ക്ലോസ് ചെയ്യും. ഇനി നമുക്ക് ഈ വൈറ്റ് ടീഷർട്ടിൻ്റെ ഓർഡറിൻ്റെ ടോട്ടൽ കിട്ടിയാൽ മാത്രം പോരാ, ടെക്സസിൽ വൈറ്റ് ടീഷർട്ടിന് കിട്ടിയ ഓർഡറിൻ്റെ ടോട്ടൽ കിട്ടണം. അപ്പോൾ നമ്മൾ മറ്റൊരു ക്രൈറ്റീരിയയും കൂടി കൊടുക്കണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഒരു കോമ കൊടുത്തു. അപ്പോൾ വരുന്ന അടുത്ത പാരാമീറ്റർ നോക്കിയാൽ ക്രൈറ്റീരിയ റേഞ്ച് 2, രണ്ടാമത്തെ ക്രൈറ്റീരിയ റേഞ്ച്. രണ്ടാമത്തെ ക്രൈറ്റീരിയ റേഞ്ച് ഏതാണ്? സിറ്റി കോളാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? സിറ്റി കോളം സെലക്ട് ചെയ്തു. അതിന് ശേഷം എന്ത് ചെയ്യുക? കോമ കൊടുക്കുക. ഇനി ക്രൈറ്റീരിയ 2. ഇനി ഈ സിറ്റി കോളം എന്ന് പറയുന്ന ക്രൈറ്റീരിയ റേഞ്ച് 2ൽ അതിൽ ഏത് ക്രൈറ്റീരിയൻ്റെ റിസൾട്ടാണ് നമുക്ക് കിട്ടേണ്ടത്? ടെക്സസ് എന്ന് പറയുന്ന സിറ്റീൻ്റെയാണ് അല്ലേ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? ഡബിൾ ടു കോമയിൽ ടെക്സസ് എന്ന് ടൈപ്പ് ചെയ്യണം. ഇനി ഡബിൾ ടു കോമ ക്ലോസ് ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ കീ അടിച്ചാൽ എനിക്ക് 12 എന്ന് കിട്ടും, 12. അതിൻ്റെ അകത്ത് എന്താ? ടെക്സസ് എന്ന് പറയുന്ന സിറ്റിയിൽ വൈറ്റ് ടീഷർട്ടിന് ആകെ 12 ഓർഡറാണ് കിട്ടിയെന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ. അപ്പോൾ ഇന്നതിൻ്റെ ടോട്ടൽ എത്രയാണെന്ന് ചോദിച്ചാൽ അത് കണ്ടെത്താനായിട്ട് സമ്മും, ഇന്നതിൻ്റെ മാത്രം ടോട്ടൽ എത്രയാണെന്ന് ചോദിച്ചാൽ അത് കണ്ടെത്താനായിട്ട് സമ്മീഫും, ഇന്നതിൻ്റെ ടോട്ടൽ എത്രയാണെന്ന് ചോദിച്ചാൽ അത് കണ്ടെത്താനായിട്ട് നമ്മൾ സമ്മീഫസ് എന്ന് പറയുന്ന ഫംഗ്ഷനാണ് ഉപയോഗിക്കുക. ഓക്കെ. നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഇല്ലസ്ട്രേഷൻ കൂടി നോക്കാം. ഇവിടെ നോക്കിയേ, ഇവിടെ ഒരു കമ്പനിയുടെ വ്യത്യസ്ത ബ്രാൻഡുകൾ വിറ്റതിൻ്റെ സെയിൽസ് ഡാറ്റയാണ് നമുക്കിവിടെ കൊടുത്തിരിക്കുന്നത്. ബ്രാൻഡ് എന്ന് പറഞ്ഞ കോളമുണ്ട്, മന്ത് എന്ന് പറയുന്ന കോളമുണ്ട്, ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞ കോളമുണ്ട്. ബ്രാൻഡ് എന്ന് പറയുന്ന കോളത്തിൽ വ്യത്യസ്ത ബ്രാൻഡുകൾ കൊടുത്തിട്ടുണ്ട്. മന്ത് എന്ന് പറഞ്ഞ കോളത്തിൽ ഓരോ ബ്രാൻഡുകളും ഏതൊക്കെ മാസമാണ് വിറ്റത്, എത്ര ക്വാണ്ടിറ്റി വിറ്റു എന്നുള്ളത് ക്വാണ്ടിറ്റി കോളത്തിലുണ്ട്. നമ്മളോട് ചോദിക്കുകയാണ് ക്വാണ്ടിറ്റിയുടെ ടോട്ടൽ എത്രയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ഉപയോഗിച്ചാൽ മതി? സം എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് അതിന് ടോട്ടൽ കണ്ടെത്തിയാൽ മതി. 525 എന്ന് കിട്ടും. ഇനി ഫെബ്രുവരി മാസത്തിൽ വിറ്റിട്ടുള്ള ക്വാണ്ടിറ്റിയുടെ ടോട്ടൽ എത്രയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് അതിന് എന്ത് അപ്ലൈ ചെയ്താൽ മതി? സമ്മീഫ് ഉപയോഗിച്ചിട്ട് കണ്ടെത്തിയാൽ മതി. റേഞ്ച് സെലക്ട് ചെയ്തിട്ട് കോമ കൊടുക്കുക. ക്രൈറ്റീരിയ എന്നുള്ളിടത്ത് എന്ത് കൊടുക്കണം? ഫെബ്രുവരി എന്ന് കൊടുക്കണം. കോമ കൊടുത്തിട്ട് സം റേഞ്ച് എന്നുള്ളടുത്ത് ക്വാണ്ടിറ്റി കോളം സെലക്ട് ചെയ്യുക, എൻ്റർ കീ അടിക്കുക. അപ്പോൾ നമുക്ക് 250 കിട്ടും. അപ്പോൾ ഫെബ്രുവരി മാസത്തിൽ സെയിൽ ചെയ്തിട്ടുള്ളതിൻ്റെ ടോട്ടലാണെന്ത്? 250. ഇനി നമ്മളോട് ഇങ്ങനെ ചോദിക്കാമെന്ന് വിചാരിച്ചോളൂ, ഹൗ മെനി സാംസങ് പ്രൊഡക്റ്റ് ആർ സോൾഡ് ഇൻ ഫെബ്രുവരി? ഫെബ്രുവരി മാസത്തിൽ ആകെ എത്ര സാംസങ് പ്രൊഡക്റ്റ് സെല് ചെയ്തിട്ടുണ്ട്? ക്വാണ്ടിറ്റി കോളത്തിൻ്റെ ടോട്ടലല്ല, ഫെബ്രുവരി മാസത്തിൽ വിറ്റതിൻ്റെ ടോട്ടലല്ല, സാംസങ് എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ഫെബ്രുവരി മാസത്തിൽ വിറ്റതിൻ്റെ ടോട്ടൽ എത്ര? ഇന്നതിൻ്റെ ടോട്ടൽ എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ കണ്ടെത്താനായിട്ട് ഇത് ഫംഗ്ഷൻ ഉപയോഗിക്കുക. സം അല്ല, സമ്മീഫ് അല്ല, സമ്മീഫസ് എന്ന് പറയുന്ന ഫംഗ്ഷൻ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? സീക്വൽ ടു സമ്മീഫസ് എന്ന് ടൈപ്പ് ചെയ്തു, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ഫസ്റ്റ് പാരാമീറ്റർ എന്താ? സം റേഞ്ച് ആണ് അല്ലേ. ഏത് കോളത്തിൽ നിന്നാണോ നമുക്ക് ടോട്ടൽ കണ്ടെത്തേണ്ടത് അതാണ് സം റേഞ്ച്. ക്വാണ്ടിറ്റി കോളത്തിൽ നിന്നാണ് ടോട്ടൽ കണ്ടെത്തേണ്ടത്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? ആ ക്വാണ്ടിറ്റി കോളം സെലക്ട് ചെയ്തു. ദെൻ കോമ. പിന്നെന്താണ്? ക്രൈറ്റീരിയ റേഞ്ച് 1. ഒന്നാമത്തെ ക്രൈറ്റീരിയ എന്താണ്? ക്രൈറ്റീരിയ റേഞ്ച് ഏതാണ്? ബ്രാൻഡ് എന്ന് പറയുന്ന ക്രൈറ്റീരിയ ആണ്. നമുക്ക് ബ്രാൻഡിൻ്റെ അടിസ്ഥാനത്തിൽ കിട്ടണം. ദെൻ കോമ. ഏത് ബ്രാൻഡിൻ്റെ നമുക്ക് കിട്ടേണ്ടത്? അതാണ് ക്രൈറ്റീരിയ 1. ഏത് ബ്രാൻഡിൻ്റെ കിട്ടേണ്ടത്? സാംസങ്ങിൻ്റെ. അപ്പോൾ ഡബിൾ കോമയിൽ എന്ത് കൊടുക്കുക? സാംസങ് എന്ന് കൊടുക്കുക. ഇനി കോമ. ഇനി നമുക്ക് എന്താണ് അടുത്ത പാരാമീറ്റർ എന്താണ്? ക്രൈറ്റീരിയ റേഞ്ച് 2. പിന്നെ നമുക്ക് എന്തിൻ്റെ അടിസ്ഥാനത്തിൽ കിട്ടണം? മന്തിൻ്റെ അടിസ്ഥാനത്തിൽ. അപ്പോൾ മന്ത് എന്ന് പറയുന്ന കോളമാണ് നമ്മുടെ ക്രൈറ്റീരിയ റേഞ്ച് 2. ഇനി കോമ കൊടുക്കുക. അതിൽ തന്നെ ഏത് ക്രൈറ്റീരിയൻ്റെ റിസൾട്ടാണ് നമുക്ക് കണ്ടെത്തേണ്ടത്? ഫെബ്രുവരി മാസത്തെ. അപ്പോൾ ക്രൈറ്റീരിയ 2 എന്നുള്ളിടത്ത് ഡബിൾ ടു കോമയിൽ ഫെബ്രുവരി എന്ന് കൊടുക്കുക. ഡബിൾ ടു കോമ ക്ലോസ് ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക,
എൻ്റർ കീ അടിച്ചാൽ എന്ത് കിട്ടും? 90 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഫെബ്രുവരി മാസത്തിൽ സാംസങ്ങിന് കിട്ടിയ ആകെ ഓർഡറാണെന്ത്? ഈ 90 എന്ന് പറയുന്നത്. അതിൻ്റെ ടോട്ടലാണ് 90 എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഏത് ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ടാണ് കണ്ടെത്തിയത്? സമ്മീഫസ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ടാണ് കണ്ടെത്തിയത്. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ സമ്മീഫസ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് കൗണ്ടിഫസ് എന്ന് പറയുന്ന ഫംഗ്ഷനാണ്. കൗണ്ടിഫസ് എന്ന് പറയുന്ന ഫംഗ്ഷൻ നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ, ഇന്നതിൻ്റെ മാത്രം എണ്ണ എത്രയാണെന്ന് ചോദിക്കുമ്പോൾ അത് ടേൺ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണെന്ത്? കൗണ്ടിഫസ്. ഇവിടെ നോക്കിയേ, ഇവിടെ നമ്മളോട് ചോദിക്കുകയാണ് ആകെ എത്ര സ്റ്റുഡൻസ് എക്സാം അറ്റൻഡ് ചെയ്തിട്ടുണ്ട് എന്നാണ് നമ്മളോട് ചോദിച്ചതെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? കൗണ്ട് എ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് അത് കണ്ടെത്തിയാൽ മതി. ഇവിടെ കൗണ്ട് എ നമ്മൾ ഉപയോഗിക്കാനുള്ള കാരണം എന്താ? ഇവിടെ ഈ ഒരു ഡാറ്റയിൽ, ഈ ഒരു ഒന്നാമത്തെ ഡാറ്റ സെറ്റിൽ നമുക്ക് നമ്പേഴ്സ് അല്ല കൊടുത്തത്, ടെക്സ്റ്റാണ് കൊടുത്തത് അല്ലേ. അപ്പോൾ ടെക്സ്റ്റ് കൗണ്ട് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിച്ചാൽ കൗണ്ട് ചെയ്യില്ല. അതിന് കൗണ്ട് എ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ടെക്സ്റ്റ് കൗണ്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ആദ്യം കണ്ടെത്താൻ പോകുന്നത് എത്ര സ്റ്റുഡൻസ് എന്ത് ചെയ്തിട്ടുണ്ട്, എക്സാം അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? അത് കണ്ടെത്താൻ വേണ്ടിയിട്ട് കൗണ്ട് എ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിച്ചു. കൗണ്ട് എ, അതിനുശേഷം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ദെൻ റിസൾട്ട് എന്ന് പറഞ്ഞിട്ടുള്ള റേഞ്ച് ഞാൻ എന്ത് ചെയ്തു? സെലക്ട് ചെയ്തു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, എൻ്റർ കീ അടിച്ചു. അപ്പോൾ എനിക്ക് എന്ത് കിട്ടി? 17 എന്ന റിസൾട്ട് കിട്ടി. അപ്പോൾ 17 സ്റ്റുഡൻസ് എന്ത് ചെയ്തിട്ടുണ്ട്? എക്സാം അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി എന്നോട് ചോദിക്കുകയാണ് ഈ 17 സ്റ്റുഡൻസിൽ എത്ര സ്റ്റുഡൻസ് പാസ്സായിട്ടുണ്ട്. അത് കണ്ടെത്താൻ വേണ്ടിയിട്ട് കൗണ്ട് ഉപയോഗിച്ചാൽ പോരാ, കൗണ്ടീഫ് എന്ന് പറയുന്ന ഫംഗ്ഷനാണ് ഉപയോഗിക്കേണ്ടത്. കൗണ്ടീഫ്, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, റേഞ്ച് സെലക്ട് ചെയ്യുക, കോമ കൊടുക്കുക, ക്രൈറ്റീരിയ എന്നുള്ളിടത്ത് എന്ത് കൊടുക്കണം? ഡബിൾ ടു കോമയിൽ പാസ് എന്ന് കൊടുക്കണം. ഡബിൾ ടു കോമ ക്ലോസ് ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ കീ അടിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? 12 എന്ന് കിട്ടും. അതിൻ്റെ അർത്ഥം എന്താ? ആകെ 17 പേരാണ് എക്സാം അറ്റൻഡ് ചെയ്തിട്ടുള്ളത്. ആ 17 പേരിൽ 12 പേര് എന്ത് ചെയ്തിട്ടുണ്ട്? പാസ്സായിട്ടുണ്ട്. ഇനി ഫെയിൽ ആരുടെ എണ്ണം കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? പാസ് എന്നുള്ളടത്ത് എന്ത് കൊടുത്താൽ മതി? ഫെയിൽ എന്ന് കൊടുത്താൽ മതി. അപ്പോൾ എൻ്റർ കീ അടിച്ചാൽ ഫെയിൽ ആവരുടെ എണ്ണം 4 എന്ന് കിട്ടും. അപ്പോൾ ഇന്നതിൻ്റെ എണ്ണം എത്രയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് കണ്ടെത്താനായി കൗണ്ടും കൗണ്ട് ചെയ്യും. ഇന്നതിൻ്റെ മാത്രം എണ്ണം എത്രയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് കണ്ടെത്താനായിട്ട് കൗണ്ടീഫും. ഇന്നതിൻ്റെ മാത്രം എണ്ണം എത്രയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് കണ്ടെത്താനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണ് ഇത് കൗണ്ടീഫസ്. ഓക്കെ, ഇന്ന് നമ്മളോട് ചോദിക്കുകയാണ്, ഇവിടെ ചോദിക്കുന്നതാണ്, ഇവിടെ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടല്ലോ. ഈ കോഴ്സിൻ്റെ ഡീറ്റെയിൽസിൽ MS Excel മാത്രം പാസ്സായവരുടെ എണ്ണം എത്ര? MS Word മാത്രം പാസ്സായവരുടെ എണ്ണം എത്ര? ആകെ എക്സാം അറ്റൻഡ് ചെയ്തവരുടെ എണ്ണം അല്ല ചോദിച്ചത്, ആകെ എക്സാം എത്ര പേര് അറ്റൻഡ് ചെയ്തു എന്നാണ് ചോദിച്ചെങ്കിൽ അത് കണ്ടെത്താനായിട്ട് നമുക്ക് കൗണ്ട് ചെയ്യുകയാണെങ്കിൽ കൗണ്ട് ഉപയോഗിച്ചാൽ മതി. ഇനി ആകെ എക്സാം അറ്റൻഡ് ചെയ്തതിൽ പാസ്സായവരുടെ എണ്ണം എത്രയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് കണ്ടെത്താനായിട്ട് നമ്മൾ കൗണ്ടീഫ് ഉപയോഗിച്ചാൽ മതി. ഇവിടെ നമ്മളോട് ചോദിക്കുന്നത് എന്താ? ആകെ എക്സാം അറ്റൻഡ് ചെയ്തവരിൽ MS Excel എന്ന് പറയുന്ന കോഴ്സ് പാസ്സായവരുടെ എണ്ണം എത്ര? ഇന്നതിൻ്റെ എണ്ണം എത്ര എന്നാണ് ചോദിക്കുന്നത് അല്ലേ. അപ്പോൾ കണ്ടെത്താനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഫംഗ്ഷൻ ഏതാണ്? കൗണ്ട് അല്ല, കൗണ്ടീഫ് അല്ല, കൗണ്ടീഫസ് എന്ന് പറയുന്ന ഫംഗ്ഷനാണ് ഉപയോഗിക്കുക അല്ലേ. അപ്പോൾ കൗണ്ടീഫസ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് MS Excel പാസ്സായവരുടെ എണ്ണം എങ്ങനെ കണ്ടെത്തുന്നത് ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഈക്വൽ ടു കൗണ്ടീഫസ്, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഫസ്റ്റ് പാരാമീറ്റർ എന്താ? ക്രൈറ്റീരിയ റേഞ്ച് 1. ഒന്നാമത്തെ എന്താണ് ക്രൈറ്റീരിയ? MS Excel പാസ്സായവരുടെ എണ്ണമാണ് കിട്ടേണ്ടത് അല്ലേ. അപ്പോൾ കോഴ്സ് എന്ന് പറയുന്ന കോളത്തിലാണ് MS Excel എന്ന് പറയുന്ന ഡാറ്റ കിടക്കുന്നത്. അതാണ് നമ്മുടെ ക്രൈറ്റീരിയ റേഞ്ച് 1. ആ റേഞ്ച് ഞാൻ എന്ത് ചെയ്തു? സെലക്ട് ചെയ്തു. ഇനി കോമ കൊടുക്കുക. ഇനി ക്രൈറ്റീരിയ, ആ റേഞ്ച് 1ൽ നമുക്ക് ഏതിൻ്റെയാണ് റിസൾട്ട് കിട്ടേണ്ടത്? അതാണ് ക്രൈറ്റീരിയ 1, MS Excelൻ്റെ റിസൾട്ടാണ് കിട്ടേണ്ടത്. അപ്പോൾ ഞാൻ ഡബിൾ ടു കോമയിൽ എന്ത് കൊടുക്കണം? MS Excel എന്ന് കൊടുക്കണം. ഡബിൾ ടു കോമ ക്ലോസ് ചെയ്യുക. ഇനി കോമ, ഇനി ക്രൈറ്റീരിയ റേഞ്ച് 2. രണ്ടാമത്തെ ക്രൈറ്റീരിയ എന്താ? പാസ്സായവരുടെ റിസൾട്ടാണ് കിട്ടേണ്ടത് അല്ലേ. പാസ് ഫെയിലൊക്കെ ഏത് കോളത്തിലാണ് കിടക്കുന്നത്? റിസൾട്ട് എന്ന് പറഞ്ഞ കോളത്തിലാണ് കിടക്കുന്നത്. അതാണ് നമ്മുടെ ക്രൈറ്റീരിയ റേഞ്ച് 2. അപ്പോൾ എന്ത് ചെയ്യുക? രണ്ടാമത്തെ ക്രൈറ്റീരിയ റേഞ്ച് 2 സെലക്ട് ചെയ്യുക. ഇനി കോമ, ക്രൈറ്റീരിയ 2 ആണ് അടുത്ത പാരാമീറ്റർ. ക്രൈറ്റീരിയ 2 എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇതിൽ പാസ്സായവരുടെ ആണോ വേണ്ടത്, ഇതിൽ ഫെയിലായവരുടെ ആണോ റിസൾട്ട് വേണ്ടതെന്നാണ് ക്രൈറ്റീരിയ 2 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ റേഞ്ചിലെ ക്രൈറ്റീരിയ റേഞ്ച് 2ലെ പാസ്സായവരുടെ എണ്ണമാണോ വേണ്ടത്, ഫെയിലായവരുടെ എണ്ണമാണോ വേണ്ടത് എന്നാണ് ക്രൈറ്റീരിയ 2 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കതിൽ പാസ്സായവരുടെ എണ്ണമാണ് വേണ്ടത്. അപ്പോൾ ഡബിൾ ടു കോമയിൽ എന്ത് കൊടുക്കണം? പാസ് എന്ന് കൊടുക്കണം. ഡബിൾ ടു കോമ ക്ലോസ് ചെയ്യണം, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യണം, എൻ്റർ കീ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 4 എന്ന് കിട്ടും. അപ്പോൾ എക്സൽ പാസ്സായവരുടെ 4 പേരാണല്ലേ. 1 2 3 4 എന്ന് കിട്ടും. ഓക്കെ,
ഇതിപ്പോൾ നമ്മൾ ഏത് ഫംഗ്ഷനെ ഉപയോഗിച്ചിട്ടാണ് ചെയ്തത്? കൗണ്ട് ഇഫ് എന്ന് പറയുന്ന ഫംഗ്ഷനെ ഉപയോഗിച്ചിട്ടാണ് ചെയ്തത് അല്ലേ. ഇനി തൊട്ട് അപ്പുറത്ത് നമുക്ക് എന്തുണ്ട്? ഇതേപോലെ തന്നെ MS വേർഡ് പാസ്സായവരുടെ എണ്ണം കണ്ടെത്തണം. അതിന് നമ്മൾ തന്നെ കൗണ്ട് ഇഫ് എന്ന് പറയുന്ന ഫംഗ്ഷനാണ് ഉപയോഗിക്കുക. സീക്വൽ ടു കൗണ്ട് ഇഫ് എസ്, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ക്രൈറ്റീരിയ റേഞ്ച് 1 എന്നുള്ളടത്ത് നമ്മൾ എന്ത് ചെയ്യണം? കോഴ്സ് കോളം സെലക്ട് ചെയ്യണം, കാരണം അവിടെയാണ് MS വേർഡ് എന്ന് പറഞ്ഞ ഡാറ്റ ഉള്ളത്. അതിനുശേഷം എന്ത് ചെയ്യണം? കോമ കൊടുക്കണം. ഇതിന് അടുത്ത പാരാമീറ്റർ എന്താണ്? ക്രൈറ്റീരിയ റേഞ്ച് 1 സെലക്ട് ചെയ്തതിന് ശേഷം അടുത്ത പാരാമീറ്റർ എന്താണ്? ക്രൈറ്റീരിയ ആണ് അല്ലേ. അപ്പോൾ ക്രൈറ്റീരിയ എന്നുള്ളടത്ത് ഞാൻ എന്ത് കൊടുക്കണം? ഡബിൾ കോമയിൽ MS വേർഡ് എന്ന് കൊടുക്കണം. ദെൻ എന്ത് ചെയ്യുക? ഡബിൾ കോമ ക്ലോസ് ചെയ്യുക. ദെൻ അടുത്തൊരു കോമ കൊടുക്കുക. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? റേഞ്ച് 2, ക്രൈറ്റീരിയ റേഞ്ച് 2 സെലക്ട് ചെയ്യണം. ക്രൈറ്റീരിയ റേഞ്ച് 2 നമ്മുടെ റിസൾട്ട് എന്ന് പറയുന്ന കോളമാണ്. അത് ഞാൻ കൊടുത്തു, കോമ കൊടുത്തു. ഇനി ഡബിൾ കോമയിൽ എന്ത് കൊടുക്കണം? അതിൽ പാസ്സായ റിസൾട്ട് കിട്ടുന്നത് നമ്മൾ ഡബിൾ കോമയിൽ എന്ത് കൊടുക്കണം? പാസ് എന്ന് കൊടുക്കണം. ഡബിൾ കോമ ക്ലോസ് ചെയ്യണം, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യണം, എൻ്റർ കീ അടിക്കണം. ഓക്കെ, നമ്മൾ അപ്ലൈ ചെയ്ത ഫംഗ്ഷനിൽ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട്, അതുകൊണ്ടാണ് നമുക്ക് അവിടെ റിസൾട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാതിരുന്നത്. നമ്മൾ എക്സ്ട്രാ ഒരു ബ്രാക്കറ്റ് കൊടുത്തിട്ടുണ്ട്, അത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും? കറക്റ്റ് റിസൾട്ട് കണ്ടെത്തി തരും. നോക്കിയേ, 4 എന്ന് പറഞ്ഞിട്ട് കിട്ടി. അപ്പോൾ 4 പേരാണ് MS വേർഡ് എന്ന് പറയുന്ന കോഴ്സിൽ പാസ്സായിട്ടുള്ളത്. നമുക്ക് നോക്കാം. 1, ദെൻ 2, ദെൻ 3, ദെൻ 4. ആ റിസൾട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? കൗണ്ട് ഇഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് ഇവിടെ കണ്ടെത്തിയത്. ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? നമുക്ക് അടുത്തൊരു ഇല്ലസ്ട്രേഷൻ കൂടി നോക്കാം, കൗണ്ടുമായി ബന്ധപ്പെട്ട് വരുന്ന. ഇവിടെ നോക്കിയ ഒരു വ്യത്യസ്ത കൺട്രി സ്പോർട്സ് മീറ്റിൽ പങ്കെടുത്തപ്പോൾ അവർക്ക് കിട്ടിയ ഗോൾഡ് മെഡലുമായി ബന്ധപ്പെട്ട് വരുന്ന ഡീറ്റെയിൽസ് ആണ് ഇവിടെ നമുക്ക് ഈ ഒരു ഡാറ്റാ സെറ്റിൽ കൊടുത്തിരിക്കുന്നത്. വ്യത്യസ്ത കൺട്രികളുടെ പേര് കൊടുത്തിട്ടുണ്ട്, അവർക്ക് കിട്ടിയ മെഡലുകൾ ഏതൊക്കെയാണെന്ന് കൊടുത്തിട്ടുണ്ട്. നമ്മളോട് ചോദിക്കുകയാണ്, ഫ്രാൻസ് എന്ന് പറയുന്ന കൺട്രിക്ക് എത്ര മെഡൽ കിട്ടി? അത് കണ്ടെത്താനായിട്ട് നമ്മൾ ഏത് ഫംഗ്ഷനായിട്ട് ഉപയോഗിക്കാം? ഇവിടെ നോക്കിയാൽ ഫ്രാൻസിന് എത്ര മെഡലാണ് കിട്ടിയത്? ഒരു മെഡലേ കിട്ടിയിട്ടുള്ളൂ അല്ലേ, അതും ഗോൾഡ്. അപ്പോൾ ഫ്രാൻസ് എന്ന് പറയുന്ന കൺട്രിക്ക് ഇതിപ്പോൾ കുറച്ച് ഡാറ്റയേ ഉള്ളൂ. കുറച്ച് ഡാറ്റ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് നോക്കി പറയാൻ പറ്റും. ഇത് കുറേ ഡാറ്റ ഉണ്ടായിരുന്നുവെങ്കിൽ ഇത് ഓരോന്നും നോക്കി കണ്ടെത്തുന്നത് ടാസ്ക്കാണ്. ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് ഈസി ആയിട്ട് കണ്ടെത്താൻ പറ്റും. അപ്പോൾ ഇതിൽ ഫ്രാൻസ് എന്ന് പറയുന്ന കൺട്രിക്ക് എത്ര മെഡൽ കിട്ടിയിട്ടുണ്ടെന്ന് കണ്ടെത്താനായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫംഗ്ഷൻ ഏതായിരിക്കും? സീക്വൽ ടു കൗണ്ട് അല്ല, കൗണ്ട് ഇഫ്. കൗണ്ട് ഇഫ് കൊടുക്കുക, റേഞ്ച് സെലക്ട് ചെയ്യുക. കൺട്രി എന്ന് പറഞ്ഞ കോളത്തിലാണ് എന്തുള്ളത്? ഫ്രാൻസ് ഉള്ളത്, അതാണ് നമ്മുടെ റേഞ്ച് സെലക്ട് ചെയ്തു, കോമ എടുത്തു, ക്രൈറ്റീരിയ എന്നുള്ളിടത്ത് എന്ത് കൊടുക്കുക? ഫ്രാൻസ് എന്ന് ടൈപ്പ് ചെയ്യുക, ഡബിൾ കോമ ക്ലോസ് ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ കീ അടിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? 1 കിട്ടും. ഇനിയിപ്പോൾ നമുക്ക് ഇന്ത്യക്ക് എത്ര മെഡൽ കിട്ടിയെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഫ്രാൻസിൻ്റെ പകരം നമ്മൾ എന്ത് കൊടുത്താൽ മതി? ആ ഡബിൾ കോമയിൽ ഇന്ത്യ എന്ന് സ്പെസിഫൈ ചെയ്താൽ മതി. എന്നിട്ട് എൻ്റർ കീ അടിച്ചു കഴിഞ്ഞാൽ 5 കിട്ടും. ഇന്ത്യക്ക് 5 മെഡലാണ് കിട്ടിയല്ലേ? 1, 2, 3, 4, 5. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ അടുത്ത ഒരു ബോക്സ് നോക്കിയേ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. അടുത്തത് നോക്കിയേ, ഇന്ത്യ എന്ന് പറയുന്ന കൺട്രിക്ക് സിൽവർ മെഡൽ എത്ര എണ്ണം കിട്ടിയിട്ടുണ്ട്? ഓക്കെ, ഇന്ത്യ എന്ന് പറയുന്ന കൺട്രിക്ക് ആകെ എത്ര മെഡൽ കിട്ടിയിട്ടുണ്ടെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് നമുക്ക് കൗണ്ട് ഇഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിക്കാം. നമ്മളോട് ചോദിക്കുന്നത് ഇങ്ങനെയാണെന്ന് വിചാരിച്ചോളൂ. ഇന്ത്യ എന്ന് പറയുന്ന കൺട്രിക്ക് ആകെ എത്ര സിൽവർ മെഡൽ കിട്ടിയിട്ടുണ്ട്? അത് കണ്ടെത്താൻ നമ്മൾ കൗണ്ട് ഇഫ് ഉപയോഗിച്ചാൽ മാത്രം പോരാ, കൗണ്ട് ഇഫ് എസ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിക്കണം. ഓക്കെ, ഇന്നതിൻ്റെ കൗണ്ട് എത്ര, എണ്ണ എത്ര എന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ഫംഗ്ഷൻ ഏതാണ്? സീക്വൽ ടു കൗണ്ട് ഇഫ് എസ്. അപ്പോൾ ഞാനിത് എങ്ങനെയാണ് കൗണ്ട് ഇഫ് എസ് ഉപയോഗിച്ചിട്ട് കണ്ടെത്തുന്നതെന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. എന്ത് ചെയ്യുന്നു? സീക്വൽ ടു കൗണ്ട് ഇഫ് എസ് എന്ന് ടൈപ്പ് ചെയ്യുന്നു, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു, ക്രൈറ്റീരിയ റേഞ്ച് 1 എന്നുള്ളടത്ത് ഞാൻ എന്ത് ചെയ്യുന്നു? എനിക്ക് കിട്ടേണ്ട ഒന്നാമത്തെ ക്രൈറ്റീരിയ ഇന്ത്യ എന്ന് പറയുന്ന കൺട്രിയാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? കൺട്രി കോളം സെലക്ട് ചെയ്തു, ദെൻ കോമ കൊടുത്തു, ക്രൈറ്റീരിയ എന്നുള്ളടത്ത് ഞാൻ എന്ത് കൊടുത്തു? ഇന്ത്യ എന്ന് കൊടുത്തു, ഡബിൾ കോമ ക്ലോസ് ചെയ്തു, ഒരു കോമയും കൂടി കൊടുത്തു. അടുത്ത പാരാമീറ്റർ ക്രൈറ്റീരിയ റേഞ്ച് 2. ക്രൈറ്റീരിയ റേഞ്ച് 2 ഏതാണ്? മെഡൽ എന്ന് പറഞ്ഞ കോളമാണ്, അതിലാണ് സിൽവർ മെഡൽ കിടക്കുന്നത്. ഇനി കോമ എടുത്തു. ഇനി ആ ഒരു ക്രൈറ്റീരിയ റേഞ്ച് 2 നമുക്ക് ഏതിൻ്റെ റിസൾട്ടാണ് ഫിഗർ ഔട്ട് ചെയ്ത് തരുന്നത്? സിൽവറിൻ്റെയാണ്.
അപ്പോൾ ഞാൻ ക്രൈറ്റീരിയ 2 എന്നുള്ളത് സിൽവർ എന്ന് ടൈപ്പ് ചെയ്തു, ഡബിൾ കോമ ക്ലോസ് ചെയ്തു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, എൻ്റർ കീ അടിച്ചു. അപ്പോൾ ഇന്ത്യക്ക് എന്താണ് ഒരു സിൽവറാണ് കിട്ടിയതെന്ന് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, ഏറ്റവും ലാസ്റ്റ് കോളത്തിൽ എന്ത് കൊടുത്തിട്ടുണ്ട്, ഇന്ത്യക്ക് ഒരു സിൽവറാണ് കിട്ടിയത്. ആ റിസൾട്ടാണ് നമുക്ക് എന്ത് ചെയ്തത് കൗണ്ടിഫെസ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് എക്സൽ ടേൺ ചെയ്ത് തന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നതിൻ്റെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചാൽ അത് കണ്ടെത്താനായിട്ട് കൗണ്ട് അഥവാ കൗണ്ട് എന്ന് പറയുന്ന ഫംഗ്ഷനും, ഇന്നതിൻ്റെ മാത്രം എണ്ണം എത്രയാണെന്ന് ചോദിച്ചാൽ അത് കണ്ടെത്താനായിട്ട് കൗണ്ടിഫും, ഇന്നതിൻ്റെ മാത്രം എണ്ണം എത്രയാണെന്ന് ചോദിച്ചാൽ അത് കണ്ടെത്താനായിട്ട് നമ്മൾ കൗണ്ടിഫെസ് എന്ന് പറയുന്ന ഫംഗ്ഷനാണ് നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ആവറേജ് ഇഫെസുമായി ബന്ധപ്പെട്ട കുറച്ച് ഇല്ലൂസ്ട്രേഷൻസ് നോക്കാം. ഇവിടെ നമുക്ക് നോക്കിയാൽ ആദ്യത്തെ ഡാറ്റ സെറ്റിൽ ഫീൽഡ് ബോയ്സിൻ്റെ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. ഓരോ സിറ്റി, അവർ ഏത് സിറ്റിയിലാണ് താമസിക്കുന്നത് എഴുതിയിട്ടുണ്ട്. അതാത് സിറ്റികളിൽ അവർ എത്ര സെയിൽസ് നടത്തിയിട്ടുണ്ടെന്നും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്മളോട് ചോദിക്കുകയാണ് സെയിൽസിൻ്റെ ആവറേജ് എത്ര, ആവറേജ് ഓഫ് സെയിൽസിൻ്റെ ആവറേജ് എത്ര എന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, ആവറേജ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് കണ്ടെത്തിയാൽ മതി. സീക്വൽ ടു ആവറേജ്, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, റേഞ്ച് സെലക്ട് ചെയ്യുക, എൻ്റർ കീ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് സെയിൽസ് എന്ന് പറയുന്ന കോളത്തിൻ്റെ ആവറേജ് കിട്ടും 505. ഇനി നമ്മളോട് ചോദിക്കുകയാണ് ഡൽഹിയിൽ നടന്നിട്ടുള്ള സെയിൽസിൻ്റെ ആവറേജ് എത്ര, അതാണ് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ കണ്ടെത്താൻ എന്താ ഉപയോഗിക്കുക, ആവറേജ് അല്ല ആവറേജ് ഈഫ് എന്ന് പറയുന്ന ഫംഗ്ഷനാണ് ഉപയോഗിക്കുക. ഓക്കെ, ആദ്യത്തെ പാരാമീറ്റർ എന്താ, റേഞ്ച്, കാൽക്കുലേഷൻ ആവശ്യമായിട്ടുള്ള ഡാറ്റ സിറ്റിയും സെയിൽസും. ഞാൻ എന്ത് ചെയ്തു, റേഞ്ച് സെലക്ട് ചെയ്തു. ഇനി കോമ കൊടുത്തു, ക്രൈറ്റീരിയ എന്നുള്ളടത്ത് ഞാൻ എന്ത് കൊടുത്തു, എനിക്ക് അതിൻ്റെ കിട്ടേണ്ടത് ഡൽഹിയിൽ നിന്ന് ടൈപ്പ് ചെയ്തു, കോമ കൊടുത്തു. എന്നിട്ട് ആവറേജ് റേഞ്ച് എന്നുള്ളടത്ത് അടുത്ത പാരാമീറ്റർ ആവറേജ് റേഞ്ചാണ്. ഇപ്പോൾ ഏത് കോളത്തിൽ നിന്നാണ് ഞാൻ ആവറേജ് കണ്ടെത്തേണ്ടത്, സെയിൽസ് എന്ന് പറയുന്ന കോളത്തിൽ. ആ റേഞ്ച് ഞാൻ സെലക്ട് ചെയ്തു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് എൻ്റർ കീ അടിച്ചു. 634.66 എന്ന് കിട്ടി. അതിൻ്റെ അർത്ഥം എന്താണ്, ഡൽഹി എന്ന് പറയുന്ന സിറ്റിയിൽ സെയിൽസ് നടന്നതിൻ്റെ ആവറേജാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ ഇന്നതിൻ്റെ ആവറേജ് എത്രയാണെന്ന് ചോദിച്ചാൽ അത് കണ്ടെത്താനായിട്ട് ആവറേജും, ഇന്നതിൻ്റെ മാത്രം ആവറേജ് എത്രയാണെന്ന് ചോദിച്ചാൽ അത് കണ്ടെത്താനായിട്ട് ആവറേജ് ഈഫും, ഇന്നതിൻ്റെ ആവറേജ് എത്രയാണെന്ന് ചോദിച്ചാൽ അത് കണ്ടെത്താനായിട്ട് നമ്മൾ ആവറേജ് ഈഫെസും ആണ് ഉപയോഗിക്കുക. നോക്കി, ഇനി ഇവിടെ ഒരു കൊടുത്തിട്ടുണ്ട് ഫീൽഡ് ബോയ് സോണിയ, സിറ്റി ഗുജറാത്താണ്. സോണിയ എന്ന് പറയുന്ന സെയിൽസ് റെപ്പ് അഥവാ ഫീൽഡ് ബോയ് ഗുജറാത്ത് എന്ന് പറയുന്ന സിറ്റിയിൽ നടത്തിയിട്ടുള്ള സെയിൽസിൻ്റെ ആവറേജ് എത്ര. ഓക്കെ, അത് കണ്ടെത്താനായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫംഗ്ഷൻ ഏതായിരിക്കും, ആവറേജ് അല്ല ആവറേജ് ഈഫും അല്ല ആവറേജ് ഈഫെസ് എന്ന് പറയുന്ന ഫംഗ്ഷൻ അപ്ലൈ ചെയ്യാം. ആവറേജ് ഈഫെസ് എന്ന് പറയുന്ന ഫംഗ്ഷനിൽ ആദ്യത്തെ പാരാമീറ്റർ എന്താണ്, ആവറേജ് റേഞ്ച് ആണ് അല്ലേ. ഏത് കോളത്തിൽ നിന്നാണ് നമുക്ക് റേഞ്ച് കണ്ടെത്തേണ്ടത്, അതാണ് ആവറേജ് റേഞ്ച്. നമുക്ക് ഏത് കോളത്തിൽ നിന്നാണ് ആവറേജ് കണ്ടെത്തേണ്ടത്, സെയിൽസ് എന്ന് പറയുന്ന കോളത്തിൽ നിന്നാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ആ റേഞ്ച് സെലക്ട് ചെയ്തു, ദെൻ കോമ കൊടുത്തു. അടുത്തെന്താ, ക്രൈറ്റീരിയ റേഞ്ച് 1. ഒന്നാമത്തെ ക്രൈറ്റീരിയ എന്താണ്, ഫീൽഡ് ബോയുടെ അടിസ്ഥാനത്തിലുള്ള സെയിൽസിൻ്റെ ആവറേജാണ് കണ്ടെത്തേണ്ടത് അല്ലേ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഫീൽഡ് ബോയ് എന്ന് പറയുന്ന ആ ഒരു റേഞ്ച് സെലക്ട് ചെയ്തു. ഇനി കോമ കൊടുത്തു. അടുത്ത പാരാമീറ്റർ എന്തായിരുന്നു, ക്രൈറ്റീരിയ. ഈ ക്രൈറ്റീരിയ റേഞ്ച് 1, ഫീൽഡ് ബോയ് എന്ന് പറയുന്ന റേഞ്ചിൽ ഏത് ഫീൽഡ് ബോയിൻ്റെ ആണ് നമുക്ക് ആവറേജ് കണ്ടെത്തേണ്ടത്, അതാണ് ക്രൈറ്റീരിയ 1. നമുക്ക് ആരുടെ കണ്ടെത്തേണ്ടത്, സോണിയ. ഇപ്പോൾ ഡബിൾ കോമയിൽ എന്ത് കൊടുത്തു, സോണിയ എന്ന് കൊടുത്തു, ഡബിൾ കോമ ക്ലോസ് ചെയ്തു, കോമ കൊടുത്തു. ഇനി അടുത്ത പാരാമീറ്റർ എന്താണ്, ക്രൈറ്റീരിയ റേഞ്ച് 2. രണ്ടാമത്തെ ക്രൈറ്റീരിയ എന്താണ്, സിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ കിട്ടണം അല്ലേ. അപ്പോൾ ഞാൻ സിറ്റി എന്ന് പറയുന്ന റേഞ്ച് സെലക്ട് ചെയ്തു, ഇനി കോമ കൊടുത്തു. ഇനി അടുത്ത പാരാമീറ്റർ എന്താണ്, ക്രൈറ്റീരിയ 2. ഇപ്പോൾ ഞാൻ രണ്ടാമത്തെ ക്രൈറ്റീരിയ റേഞ്ച് സിറ്റി എന്ന് പറയുന്ന കോളം സെലക്ട് ചെയ്തു. അതിൽ തന്നെ ഏത് സിറ്റിൻ്റെയാണ് എനിക്ക് ആവറേജ് കണ്ടെത്തേണ്ടത്, ഏത് സിറ്റിൻ്റെയാണ്, ഡൽഹിൻ്റെയാണ്, അതാണ് ക്രൈറ്റീരിയ 2. അപ്പോൾ ഞാൻ എന്ത് കൊടുക്കണം, ഡബിൾ കോമയിൽ ഡൽഹി എന്ന് കൊടുക്കണം, ഡബിൾ കോമ ക്ലോസ് ചെയ്യണം, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യണം. ഇനി എൻ്റർ കീ അടിച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും, സോണിയ എന്ന് പറയുന്ന സെയിൽസ് റെപ്പ് അഥവാ ഫീൽഡ് ബോയ് അഥവാ ഫീൽഡ് സ്റ്റാഫ് ഗുജറാത്ത് എന്ന് പറയുന്ന സിറ്റിയിൽ നടത്തിയിട്ടുള്ള സെയിൽസിൻ്റെ ആവറേജ് എനിക്ക് കിട്ടും. ഓക്കെ, ഇതിൽ നമ്മൾ അപ്ലൈ ചെയ്ത ഫംഗ്ഷനിൽ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ടായതുകൊണ്ടാണത് റിസൾട്ട് ടേൺ ചെയ്യാതിരുന്നത്. ഞാൻ ഒന്നുകൂടെ നമുക്കൊന്ന് ചെയ്തു നോക്കാം, അത് എങ്ങനെയാണ് വരുന്നതെന്ന്. സീക്വൽ ടു ആവറേജ് ഈഫെസ് സീക്വൽ ടു ആവറേജ് ഈഫെസ്, ആവറേജ് റേഞ്ച് സെലക്ട് ചെയ്യുക, ദെൻ കോമ കൊടുക്കുക, ക്രൈറ്റീരിയ റേഞ്ച് 1 സെലക്ട് ചെയ്യുക, കോമ കൊടുക്കുക. ഇനി ഞാൻ സോണിയ എന്ന് ടൈപ്പ് ചെയ്യുന്നതിന് പകരം ഇവിടെ സോണിയ എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്തിട്ടുണ്ടല്ലോ, അത് ഞാൻ എന്ത് ചെയ്തു, ആ സെല്ല് പോയിൻ്റ് ചെയ്തു. ഇനി കോമ കൊടുത്തു. ക്രൈറ്റീരിയ റേഞ്ച് 2 എന്നുള്ളത് ഞാൻ എന്ത് ചെയ്തു, സിറ്റി എന്ന് പറയുന്ന റേഞ്ച് സെലക്ട് ചെയ്തു, കോമ കൊടുത്തു. ഇനി ഗുജറാത്ത് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നതിന് പകരം ഞാൻ എന്ത് ചെയ്തു, ഗുജറാത്ത് എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്തിരിക്കുന്ന ആ സെല്ല് പോയിൻ്റ് ചെയ്തു. ഇനി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് എൻ്റർ കീ അടിച്ച് കഴിഞ്ഞാൽ എനിക്ക് നോക്കിയാൽ കറക്റ്റായിട്ട് 446 എന്ന് പറഞ്ഞിട്ട് എനിക്ക് കിട്ടി. നേരത്തെ കിട്ടാതിരിക്കാനുള്ള കാരണം നമ്മൾ നേരത്തെ അപ്ലൈ ചെയ്ത ഫംഗ്ഷനിൽ എന്തോ ഒരു മിസ്റ്റേക്ക് വരുത്തിയതുകൊണ്ടാണ് നേരത്തെ റിസൾട്ട് കിട്ടാതിരുന്നത് കേട്ടോ.
ഓക്കെ, ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്തു, കറക്റ്റായിട്ട് റിസൾട്ട് കിട്ടി. ഓക്കെ, ഇപ്പോൾ ഇത് കണ്ടെത്താനായിട്ട് നമ്മൾ ഏത് ഫംഗ്ഷനാണ് ഉപയോഗിച്ചത്? ആവറേജ് EFS എന്ന് പറയുന്ന ഫംഗ്ഷനാണ് ഉപയോഗിച്ചത് അല്ലേ. നമുക്ക് സെയിൽസിൻ്റെ ആവറേജ് എത്രയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് കണ്ടെത്താനായിട്ട് ആവറേജ് എന്ന് പറയുന്ന ഫംഗ്ഷൻ അപ്ലൈ ചെയ്താൽ മതിയാവും. സെയിൽസിൽ തന്നെ ഡൽഹി എന്ന് പറയുന്ന സിറ്റിയിൽ എത്ര സെയിൽസ് നടത്തിയതിൻ്റെ ആവറേജ് എത്രയാണെന്ന് ചോദിച്ചാൽ അത് കണ്ടെത്താനായിട്ട് ആവറേജ് EF ഉപയോഗിച്ചാൽ മതി. നമ്മളോട് ചോദിക്കുകയാണ് സോണിയ എന്ന് പറയുന്ന സെയിൽസ് സ്റ്റാഫ് ഗുജറാത്ത് എന്ന് പറയുന്ന സിറ്റിയിൽ നടത്തിയ സെയിൽസിൻ്റെ ആവറേജ് എത്ര, അത് കണ്ടെത്താനായിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ടത് ഏതാണ്? ആവറേജ് EFS എന്ന് പറയുന്ന ഫംഗ്ഷനാണ്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, മറ്റൊരു ഇല്ലുസ്ട്രേഷൻ നോക്കാം. കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ആവറേജ് EFSുമായി ബന്ധപ്പെട്ട മറ്റൊരു ഇല്ലുസ്ട്രേഷൻ നോക്കാം. ഇവിടെ നോക്കിയ നമുക്കൊരു ഡാറ്റ സെറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ഡാറ്റ സെറ്റിൽ സെല്ലർ എന്ന് പറഞ്ഞ കോളം ഉണ്ട്, ഐറ്റം എന്ന് പറഞ്ഞ കോളം ഉണ്ട്, പ്രൊഡക്റ്റ് സോൾഡ് എന്ന് പറഞ്ഞ കോളം ഉണ്ട്. സെല്ലർ എന്ന് പറയുന്ന കോളത്തിൽ ആരൊക്കെയാണ് ഉൽപ്പന്നം വിറ്റത് അവരുടെ പേര് കൊടുത്തിട്ടുണ്ട്. ഐറ്റം എന്ന് പറയുന്ന കോളത്തിൽ അവരെന്തൊക്കെ ഉൽപ്പന്നങ്ങളാണ് വിറ്റത് ഐറ്റത്തിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്. പ്രൊഡക്റ്റ് സോൾഡ് എന്ന് പറയുന്ന കോളത്തിൽ ഏതൊക്കെ പ്രൊഡക്റ്റ് എത്ര എണ്ണം വിറ്റു എന്നുള്ളതിൻ്റെ ആകെ എത്ര വിറ്റു എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. നമ്മളോട് ചോദിച്ചത് ഇതായിരുന്നുവെങ്കിലോ, ആകെ എത്ര പ്രൊഡക്റ്റ് വിറ്റു, ആകെ എത്ര പ്രൊഡക്റ്റ് വിറ്റു എന്നാണ് നമ്മളോട് ചോദിച്ചിരുന്നെങ്കിൽ ആകെ വിറ്റതിൻ്റെ ആവറേജ്, ആകെ എത്ര പ്രൊഡക്റ്റ് വിറ്റു അതിൻ്റെ ആവറേജാണ് നമ്മളോട് ചോദിച്ചിരുന്നുവെങ്കിൽ അത് നമുക്ക് കണ്ടെത്താനായിട്ട് ഏത് ഫംഗ്ഷൻ ഉപയോഗിച്ചാൽ മതിയായിരുന്നു? ആവറേജ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിച്ചാൽ മതി. ഈക്വൽ ടു ആവറേജ്, പ്രൊഡക്റ്റ് സോൾഡ് സെലക്ട് ചെയ്യുക, ആ ഒരു റേഞ്ച് സെലക്ട് ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻട്രിക്ക് അടിക്കാം. നമുക്ക് എത്ര കിട്ടും? 49.44 എന്ന് കിട്ടും. അപ്പോൾ പ്രൊഡക്റ്റ് ആകെ വിറ്റതിൻ്റെ ആവറേജാണ് നമുക്ക് ഇപ്പോൾ കിട്ടിയത് 49.44. ഓക്കെ, അപ്പോൾ ഈ ഒരു കോളത്തിൻ്റെ ആവറേജ് എത്രയാണെന്ന് ചോദിച്ചാൽ അത് കണ്ടെത്താനായിട്ട് ആവറേജ്. ഇനി ഈ ഒരു കോളത്തിൽ പെന്ന് മാത്രം വിറ്റതിൻ്റെ ആവറേജ് എത്രയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് കണ്ടെത്താനായിട്ട് നമ്മൾ ഏതാ ഉപയോഗിക്കുക? ആവറേജ് EF എന്ന് പറയുന്ന ഫംഗ്ഷനാണ് ഉപയോഗിക്കുക. ആവറേജ് EF എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിക്കും. റേഞ്ച് സെലക്ട് ചെയ്യും, ക്രൈറ്റീരിയ നമ്മളെന്ത് കൊടുക്കും? ഡബിൾ കോമയിൽ പെന്നെന്ന് കൊടുക്കും, ഡബിൾ കോമ ക്ലോസ് ചെയ്യും, കോമ എടുത്തിട്ട് ആവറേജ് റേഞ്ച് എന്ത് ചെയ്യും? സെലക്ട് ചെയ്യും. ആവറേജ് റേഞ്ച് എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റ് സോൾഡ് എന്ന് പറഞ്ഞ കോളമാണ്. അതിൽ നിന്നാണ് നമുക്ക് ആവറേജ് കണ്ടെത്തി തരേണ്ടത്. ഇനി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് എൻട്രി കീ അടിച്ചു കഴിഞ്ഞാൽ 63.33 എന്ന് കിട്ടും. അതെന്താടാ? ഈ പെന്നെന്ന് പറയുന്ന പ്രൊഡക്റ്റ് വിറ്റതിൻ്റെ ആവറേജാണ്. അപ്പോൾ ഇതിൻ്റെ ആവറേജ് എത്രയെന്ന് ചോദിച്ചാൽ അത് കണ്ടെത്താനായിട്ട് ആവറേജും, ഇതിൽ ഇന്നതിൻ്റെ മാത്രം ആവറേജ് എത്രയാണെന്ന് ചോദിച്ചാൽ അത് കണ്ടെത്താനായിട്ട് ആവറേജ് EF ആണ് ഉപയോഗിക്കുക. ഇനി നമ്മളോട് ചോദിച്ചത് ഇങ്ങനെയാണെന്ന് വിചാരിച്ചോളൂ. ജോൺ എന്ന് പറയുന്ന സെല്ലർ പെന്ന് മാത്രം വിറ്റതിൻ്റെ ആവറേജ് എത്ര? ജോൺ എന്ന് പറയുന്ന എംപ്ലോയി പെന്നെന്ന് പറയുന്ന പ്രൊഡക്റ്റ് വിറ്റതിൻ്റെ ആവറേജ് എത്ര? ഇന്നതിൻ്റെ ആവറേജ് എത്ര എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് കണ്ടെത്താനായിട്ട് ഉപയോഗിക്കുന്ന ഫംഗ്ഷൻ ഏതാണ്? ആവറേജ് EFS എന്ന് പറയുന്ന ഫംഗ്ഷനാണ് അല്ലേ. അപ്പോൾ ആവറേജ് EFS ഉപയോഗിച്ചിട്ട് അങ്ങനെ കണ്ടെത്തുക. ഈക്വൽ ടു ആവറേജ് EFS, ആവറേജ് റേഞ്ചാണ് ആദ്യത്തെ പാരാമീറ്റർ. ഏത് കോളത്തിൽ നിന്നാണോ നമുക്ക് ആവറേജ് കണ്ടെത്തേണ്ടത് അതാണ് ആവറേജ് റേഞ്ച്. നമുക്ക് പ്രൊഡക്റ്റ് സോൾഡ് എന്ന് പറയുന്ന കോളത്തിൻ്റെ ആവറേജാണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? പ്രൊഡക്റ്റ് സോൾഡ് എന്ന് പറയുന്ന കോളം എന്ത് ചെയ്യണം? സെലക്ട് ചെയ്യണം, ആ റേഞ്ച് സെലക്ട് ചെയ്യണം, എന്നിട്ട് കോമ കൊടുക്കുക. ഇനി ക്രൈറ്റീരിയ റേഞ്ച് 1. ഒന്നാമത്തെ ക്രൈറ്റീരിയ എന്താണ്? സെല്ലർ എന്ന് പറയുന്ന കോളത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, സെല്ലർ എന്ന് പറയുന്ന ഡാറ്റയുടെ അടിസ്ഥാനത്തിലാണ് നമുക്ക് റിസൾട്ട് കിട്ടേണ്ടത്. അതാണ് ക്രൈറ്റീരിയ റേഞ്ച് 1. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? സെല്ലർ എന്ന് പറയുന്ന കോളം സെലക്ട് ചെയ്യണം, എന്നിട്ട് കോമ കൊടുക്കണം. എന്നിട്ട് അടുത്ത പാരാമീറ്റർ എന്താ? ക്രൈറ്റീരിയ 1. ഈ സെല്ലർ എന്ന് പറയുന്ന കോളത്തിൽ തന്നെ ഏത് ആളെ സെല്ലറുടെയാണ് എനിക്ക് ആവറേജ് കിട്ടേണ്ടത്? ജോൺ എന്ന് പറയുന്ന എംപ്ലോയിയുടെ. അപ്പോൾ ഒന്നല്ലെങ്കിൽ എനിക്ക് ഡബിൾ ടു കോമയിൽ ജോൺ എന്ന് ടൈപ്പ് ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി? ജോൺ എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പ് ചെയ്തിരിക്കുന്ന സെല്ല് പോയിൻ്റ് ചെയ്താൽ മതി. ഓക്കെ, ഞാൻ ആ സെല്ല് പോയിൻ്റ് ചെയ്തു, ദെൻ കോമ കൊടുത്തു. ഇനി അടുത്ത പാരാമീറ്റർ എന്താ? ക്രൈറ്റീരിയ റേഞ്ച് 2. ഇനി നമുക്ക് ജോൺ എന്ന് പറയുന്ന എംപ്ലോയിയുടെ സെയിലിൻ്റെ ആവറേജ് കണ്ടെത്തിയാൽ മാത്രം പോരാ, അദ്ദേഹം പെന്ന് വിറ്റതിൻ്റെ ആവറേജ് കണ്ടെത്തണം. അപ്പോൾ ക്രൈറ്റീരിയ റേഞ്ച് 2 എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും? ഐറ്റം എന്ന് പറയുന്ന കോളത്തിലെ ഡാറ്റ ആയിരിക്കും. ഓക്കെ, അത് സെലക്ട് ചെയ്യുന്നു, ദെൻ കോമ. ഇനി ക്രൈറ്റീരിയ 2. ഈ ക്രൈറ്റീരിയ റേഞ്ച് 2 ഏതിൻ്റെ റിസൾട്ടാണ് നമുക്ക് ആവറേജ് കണ്ടെത്തേണ്ടത്? പെന്നിൻ്റെ. അപ്പോൾ ഒന്നല്ലെങ്കിൽ എനിക്ക് ഇനി ഡബിൾ ടു കോമയിൽ പെന്നെന്ന് ടൈപ്പ് ചെയ്യാം, അല്ലെങ്കിൽ പെന്നെന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്തിരിക്കുന്ന ആ ഒരു സെല്ല് പോയിൻ്റ് ചെയ്യാം. ഞാൻ ആ സെല്ല് പോയിൻ്റ് ചെയ്തു. ഇനി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് എൻട്രി കീ അടിച്ച് കഴിഞ്ഞാൽ എനിക്ക് 90 എന്ന് കിട്ടും. നമുക്ക് ആൻസർ കിട്ടി. അപ്പോൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ജോൺ എന്ന് പറയുന്ന എംപ്ലോയി പെന്ന് വിറ്റതിൻ്റെ ആവറേജ് എനിക്ക് കണ്ടെത്തി അല്ലേ. ജോൺ എന്ന് പറയുന്ന എംപ്ലോയി പെന്ന് എത്ര എണ്ണം വിറ്റിട്ടുണ്ട്? 90 + 90. ഓക്കെ, ആകെ 180 പെന്നാണ് വിറ്റത്. അതിൻ്റെ ആവറേജ് എങ്ങനെ കണ്ടെത്തുക? ആവറേജ് കണ്ടെത്താൻ വേണ്ടിയിട്ട് ടോട്ടൽ ഡിവൈഡഡ് ബൈ 2 ചെയ്യുക. നമ്പർ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ആവറേജ് കിട്ടും 90.
ഈ 90 ആണ് നമുക്കിവിടെ ആവറേജ് ഇഫസ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് എക്സിനെ നമുക്ക് കണ്ടെത്തി തന്നത്. ഓക്കെ, സോ ഇപ്പോൾ നമ്മൾ ആവറേജ് ഇഫസ് എന്ന് പറയുന്ന ഫംഗ്ഷനെ പറ്റി പരിചയപ്പെട്ടു. ഓക്കെ, ആവറേജ് ഇഫസ് ഇന്നതിൻ്റെ ആവറേജ് എത്രയാണെന്ന് ചോദിച്ചാൽ അത് കണ്ടെത്താനായിട്ട് ആവറേജും, ഇന്നതിൻ്റെ മാത്രം ആവറേജ് എത്രയാണെന്ന് ചോദിച്ചാൽ അത് കണ്ടെത്താനായിട്ട് ആവറേജ് ഈഫും, ഇന്നതിൻ്റെ മാത്രം ആവറേജ് എത്രയാണെന്ന് ചോദിച്ചാൽ അത് കണ്ടെത്താനായിട്ട് ആവറേജ് ഇഫസ് ആണ് ഉപയോഗിക്കുക. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ലോജിക്കൽ ഫംഗ്ഷൻസിലെ ലാസ്റ്റ് 3 ഫംഗ്ഷൻസിനെ പറ്റിയും ഡിസ്കസ് ചെയ്തു. ഏതൊക്കെ? സം ഇഫസ്, കൗണ്ട് ഇഫസ്, ആവറേജ് ഇഫസ്. സം ഇഫസ് എപ്പോഴും ഉപയോഗിക്കുക? ഇന്നതിൻ്റെ മാത്രം ടോട്ടൽ എത്രയാണെന്ന് ചോദിച്ചാൽ അത് കണ്ടെത്താനായിട്ട് സം ഇഫസും, ഇന്നതിൻ്റെ മാത്രം എത്രയാണെന്ന് ചോദിച്ചാൽ അത് കണ്ടെത്താനായിട്ട് കൗണ്ട് ഇഫസും, ഇന്നതിൻ്റെ മാത്രം ആവറേജ് എത്രയാണെന്ന് കണ്ടെത്താനായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫംഗ്ഷനാണെന്ത്? ആവറേജ് ഇഫസ്. ഇതൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ എന്ത് ചെയ്യുക? ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു ഫംഗ്ഷനുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ലേൺ ചെയ്യാൻ പറ്റും. ഓക്കെ, ബാക്കി നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു സോ മച്ച്.